എല്ലാവർക്കും മൈ ചാനൽ AG2 വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ തന്നെ അഭിമാനമാണ് ശബരിമല. ജാതി മത വർണ്ണ ദേശവ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഭഗവാനെ ആരാധിക്കാവുന്ന ക്ഷേത്ര സങ്കേതമാണ് ശബരിമല. ശബരിമലയിലേക്കുള്ള തീർത്ഥാടനം അർത്ഥപൂർണമായ യാത്ര തന്നെയാണ്. അതിനായി ഭക്തർ ഒരുങ്ങുന്നത് പോലെ തന്നെ പ്രകൃതിയും ഒരുങ്ങുന്നു. മഞ്ഞണിഞ്ഞ ദിനരാത്രങ്ങൾക്ക് അയ്യപ്പ ഭക്തിയുടെ ഒരു വിശുദ്ധിയും ഭംഗിയുമുണ്ട്. ദേശാന്തരങ്ങളിൽ നിന്ന് ഭക്തകോടികൾ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നു. കാടിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല കാനനവാസന്റെ അനുഗ്രഹം നേടുന്നു. നീ അന്വേഷിക്കുന്ന ഭഗവാൻ നീ തന്നെയാണ് എന്ന തത്വമസി എന്ന വേദാന്ത തത്വം ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് ശബരിമല. കാടും മലയും ദേശാന്തരങ്ങളും താണ്ടി 18 പടികൾ ചവിട്ടി ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ തത്വമസി എന്ന ആ മഹാവാക്യം ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരു തത്വം, ലോകത്തിന് തന്നെ ഒരു മാതൃക നൽകുന്ന ഒരു തത്വം കൂടിയാണ് തത്വമസി. ചെറിയ ഒരു സ്ഥലത്ത്, അതും കാടിൻ്റെ നടുക്ക്, ഇത്രയധികം ജനങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു ക്ഷേത്രം ഒരു പക്ഷേ എവിടെയും കാണില്ല. ദർശനത്തിനെത്തുന്നതിനും 41 ദിവസം മുൻപേ തുടങ്ങുന്ന വ്രതം, മുദ്രയായ മാലയിട്ട് ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ഊണിലും ഉറക്കത്തിലും അയ്യപ്പനെ ധ്യാനിക്കുന്ന കാലം. പിന്നെ കെട്ടുനിറച്ച് ഇരുമുടിക്കെട്ടും മേന്തി ശബരിമലയിലേക്കുള്ള യാത്ര. കല്ലും മുള്ളും ചവിട്ടി കാടും മേടും താണ്ടി അയ്യപ്പ സന്നിധിയിലെത്തുമ്പോൾ നാം കാണുന്ന തത്വമസി എന്ന സാമവേദത്തിൻ്റെ സാരമായ ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം തത്വം അസി അഥവാ അത് നീയാകുന്നു എന്നാണ്. നീ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അത് നീ തന്നെയാണ്. അവൻ്റെ ഉള്ളിലെ പരമാത്മാവിനെയും ജീവാത്മാ പരമാത്മാ ബന്ധത്തെയുമാണ് ഇവ സൂചിപ്പിക്കുന്നത്. നെയ്ത്തേങ്ങയിൽ നിറക്കുന്ന നെയ്യ് സൂചിപ്പിക്കുന്നതും ജീവാത്മാവിനെയാണ്. ജീവാത്മാവിനെ പരമാത്മാവായ അയ്യപ്പനിൽ സംഗമിപ്പിക്കുന്ന നെയ്യഭിഷേകം. അഭിഷേകത്തിന് നെയ്യ് എടുത്ത ശേഷമുള്ള തേങ്ങാമുറികൾ ജീവാത്മാവ് വേറിട്ട ശരീരമെന്ന് കരുതുന്നതിനാൽ ആഴിയിലെ അഗ്നിയിൽ സമർപ്പിക്കുന്നു. അയ്യപ്പ വിഗ്രഹത്തിൽ ആടിയ നെയ്യ് പ്രസാദമായി സ്വീകരിച്ച് തിരികെ വീട്ടിലേക്കെത്തുന്നു. ശബരിമലയിലെ പ്രസാദമായ നെയ്യും സ്വീകരിച്ച് വീട്ടിലേക്കുള്ള മടങ്ങി വരും. ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെ മുഴുവൻ ജീവസത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തനും ഭഗവാനും ഒന്നാകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലങ്ങളിലൊന്നാണ് ശബരിമല. ശബരിമല യാത്രയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ചടങ്ങാണ് എരുമേലിപ്പേട്ട. കോട്ടയം ജില്ലയിലെ എരുമേലി എന്ന കൊച്ചു പട്ടണത്തിലെ പേട്ടതുള്ളൽ അഥവാ പേട്ടകെട്ട് എരുമേലി പേട്ടക്കവലയിൽ കൊച്ചമ്പലം എന്നറിയപ്പെടുന്ന അയ്യപ്പ ക്ഷേത്രം. 1/2 കിലോമീറ്റർ മാറി വലിയമ്പലം എന്ന ശാസ്താക്ഷേത്രം. കൊച്ചമ്പലത്തിന് എതിർവശം വാവരമ്പലം എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന വാവർപ്പള്ളി. പ്രാചീന കാലം മുതൽ ശബരിമലയിലേക്ക് പോകുന്ന കന്നിക്കാർ എരുമേലിയിൽ പേട്ട കെട്ടിയിരുന്നു. കാഞ്ഞിരപ്പള്ളിക്ക് സമീപമുള്ള
ചിറക്കടവിൽ നിന്നും ശബരിമലയ്ക്ക് പോകുന്ന പഴയകാലത്തെ അയ്യപ്പ ഭക്തർ എരുമേലിയിൽ പേട്ട കെട്ടിയിരുന്നില്ല. ചിറക്കടവ് ക്ഷേത്രത്തിലെ മൂർത്തി ശങ്കരനാരായണനാകയാൽ ആ മക്കൾ പേട്ട കെട്ടുവാൻ പാടില്ല എന്നായിരുന്നു അക്കാലത്തെ വിശ്വാസം. എരുമേലിയിൽ ഭക്തരോടൊപ്പം അയ്യപ്പനും വാവനും പേട്ട കെട്ടുന്നു എന്നാണ് മറ്റൊരു വിശ്വാസം. കന്നിക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ആദ്യ തവണ മലചവിട്ടുന്ന ഭക്തർ എല്ലാവരും പേട്ട തുള്ളണം എന്നതും നിർബന്ധമായിരുന്നു. ചെറിയ ഒരു മരക്കമ്പിൽ കമ്പിളി പുതപ്പിനുള്ളിൽ പച്ചക്കറികളും കിഴങ്ങുകളും കെട്ടിത്തൂക്കുന്നു. 2 കന്നിക്കാർ കമ്പിൻ്റെ 2 അഗ്രഭാഗങ്ങൾ തോളിലേറ്റുന്നു. കന്നിക്കാരുടെ എണ്ണമനുസരിച്ച് ജോഡികളുടെ എണ്ണം കൂടുന്നു. ബാക്കിയുള്ളവർ ശരക്കോൽ, പച്ചിലക്കമ്പുകൾ എന്നിവ കയ്യിലേന്തും. എല്ലാവരും ഭസ്മം, കുങ്കുമം, കരി എന്നിവ ദേഹം മുഴുവൻ പൂശിയായിരിക്കും പേട്ട തുള്ളുക. പുരാതന കാലത്ത് മലയാള മാസം ധനു 27 മാത്രമാണ് പേട്ട തുള്ളൽ നടന്നിരുന്നത്. എന്നാൽ പിന്നീട് ധനു 20-30 ദിവസങ്ങളിൽ രാപ്പകലന്യേ പേട്ട കെട്ടാൻ ഇടമുറിയാതെ ഭക്തർ വന്നു തുടങ്ങി. ഇന്നിപ്പോൾ അയ്യപ്പന്മാർ എരുമേലി വഴി യാത്ര ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം എരുമേലിയിൽ പേട്ട തുള്ളൽ എന്ന ചടങ്ങ് നടക്കുന്നു. എന്നാൽ ഇന്നും ധനു 27 നടത്തപ്പെടുന്ന അമ്പലപ്പുഴ, ആലങ്ങാട് സംഘങ്ങളുടെ പേട്ട തുള്ളലാണ് പ്രമുഖ പേട്ട തുള്ളലുകൾ. അവർക്ക് മാത്രമാണ് ആനയുടെ അകമ്പടിയോടെ പേട്ട തുള്ളാൻ അവകാശം. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ചടങ്ങുകളിൽ വളരെ പൗരാണികവും പ്രധാനപ്പെട്ടതുമായ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന പുണ്യസങ്കേതമാണ് മാളികപ്പുറത്തെ മണിമണ്ഡപം. പന്തളം കൊട്ടാരത്തിലെ വലിയ തമ്പുരാട്ടിയിൽ നിന്ന് കുന്നേക്കാട് കറുപ്പന്മാർ പഞ്ചവർണ്ണപ്പൊടി ഏറ്റുവാങ്ങുന്നതോടെ മണിമണ്ഡപത്തിൽ നടക്കുന്ന അടിയന്തരത്തിന് തുടക്കമാകും. മകരസംക്രമ ദിവസം രാവിലെ മുതലാണ് ഉത്സവച്ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് മണിമണ്ഡപത്തിനുള്ളിൽ ഭഗവാനെ സമാധിയിൽ നിന്നുണർത്തുന്ന ചടങ്ങുകൾ നടത്തും. ചടങ്ങുകൾ ഉച്ചപ്പാട്ടോടുകൂടി പൂർത്തിയാകുന്നു. വൈകിട്ട് പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിൽ എത്തിച്ചേരുന്നതോടെ തിരുമുഖമടങ്ങുന്ന പ്രധാന പെട്ടി സന്നിധാനത്തേക്കും 2 പെട്ടി മണിമണ്ഡപത്തിലേക്കും കൊണ്ടുപോകുന്നു. മണിമണ്ഡപത്തിന് പിന്നിലുള്ള രാജമണ്ഡപത്തിലാണ് 2 പെട്ടികളും സൂക്ഷിക്കുന്നത്. മകരവിളക്കിനു ശേഷമാണ് പഞ്ചവർണ്ണ പൊടികളാൽ കളമെഴുതുന്നത്. അത്താഴ പൂജയ്ക്ക് മുമ്പ് കളം പൂർത്തിയാക്കി നിവേദ്യം നടത്തും. പന്തളം കൊട്ടാരം വകയാണ് ഇതിൽ 3 നിവേദ്യം. തുടർന്ന് തിരുവാഭരണ പേടകത്തിൽ കൊണ്ടുവന്നിട്ടുള്ള യോദ്ധാവായ അയ്യപ്പൻ്റെ രൂപമുള്ള തിടമ്പിലേക്ക് ഭഗവത് ചൈതന്യം ആവാഹിച്ച് തലപ്പാറ, ഉടുമ്പാറ മലകളുടെ പ്രതീകങ്ങളായ കൊടികളുടെയും തീവെട്ടികളുടെയും അകമ്പടിയോടെ ആഘോഷമായി 18ാം പടിയിലേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് നായാട്ടുവിളി ചൊല്ലുന്നു. മകരവിളക്കുത്സവത്തെക്കുറിച്ചും കളമെഴുത്ത്, അയ്യപ്പൻ്റെ എഴുന്നള്ളത്ത് എന്നിവയെക്കുറിച്ചുമെല്ലാം ഇതിലുണ്ടാകും. 18ാം പടിയിൽ ഇങ്ങനെ നിൽക്കുന്നതിന് നിലപാട് നിൽക്കുക എന്നാണ് പറയുക. നായാട്ടുവിളിക്കു ശേഷം വാദ്യമേളങ്ങളോടുകൂടി തന്നെ ധർമ്മശാസ്താ ക്ഷേത്രം വലം വെച്ച് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളത്ത് തിരിച്ചെത്തും. ചടങ്ങുകൾ നടത്തി കേശാദിപാദം പാടി കളം മായ്ച്ച് 1 ദിവസത്തെ മകരവിളക്ക് അടിയന്തരം പൂർത്തിയാക്കും. തുടർന്ന് 4ാം ദിവസം വരെ ഇത് ആവർത്തിക്കും. ഓരോ ദിവസവും ഓരോ ഭാവത്തിലുള്ള കളങ്ങളാണ് വരയ്ക്കുന്നത്. 6ാം ദിവസം സന്ധ്യയോടെ രാജപ്രതിനിധി മണിമണ്ഡപത്തിന് സമീപത്തുള്ള സന്നിധാനത്തേക്കെത്തും. തുടർന്ന് ദർശനശേഷം കുരുതിക്കളത്തിലെത്തും. കുറുപ്പന്മാർക്ക് കുരുതി നടത്താൻ അനുമതി നൽകുന്നതാണ് രാജപ്രതിനിധിയാണ്. കുരുതിക്കു ശേഷം ഭക്തജനങ്ങളെ മാളികപ്പുറത്തു നിന്നൊഴിപ്പിച്ച് രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ചില ചടങ്ങുകൾ നടത്തി മണിമണ്ഡപം അടക്കുന്നതോടെ 1 വർഷം മണിമണ്ഡപവുമായി ബന്ധപ്പെട്ട അടിയന്തരങ്ങൾ അവസാനിക്കും. കുരുതിക്ക് ശേഷം മാളികപ്പുറത്ത് ആരും തങ്ങാറില്ല. അതിനാൽ അന്ന് രാത്രി രാജപ്രതിനിധി സന്നിധാനത്താണ് ഉറങ്ങുന്നത്. ശാസ്താ ക്ഷേത്രങ്ങളിൽ
പ്രമുഖമായൊരു ക്ഷേത്രമാണ് ശബരിമല. വനാന്തരത്തിൽ പ്രകൃതി രമണീയമായൊരു സ്ഥലം. രാമായണത്തിലെ പ്രസിദ്ധമായ ശബരി തപസ്സു ചെയ്ത സ്ഥലം. അങ്ങനെ ആ വനാന്തരം പുണ്യഭൂമിയായി. രണ്ട് ശക്തികൾ ഒന്നിച്ചു ചേരുന്ന മഹനീയമായൊരു ദേവതാ സങ്കല്പം. അഗ്നിസ്വരൂപനായ പരമശിവനും ജലാദിവാസിയായ സാക്ഷാൽ മഹാവിഷ്ണുവും രണ്ട് തേജസ്സുകളുടെ മഹനീയമായ സംഗമം. കൊല്ലവർഷം 2-ാം ശതകത്തിൽ പാണ്ഡ്യ രാജ്യത്ത് നിന്ന് തിരുവിതാംകൂറിലേക്ക് അഭയം തേടിയ രാജശേഖര പാണ്ഡ്യൻ പന്തളം രാജാധിപതിയായി. അനവധ്യനായ ആ രാജാവ് ധർമ്മശാസ്താവിൻ്റെ ഉപാസകനായി. ഭഗവത് അനുഗ്രഹത്താൽ കാട്ടിൽ നിന്നും മണികണ്ഠനായ പുത്രനെ ലഭിച്ചു. മഹിഷീമർദ്ദനം എന്ന തൻ്റെ അവതാര ഉദ്ദേശ്യം പൂർത്തിയാക്കി ശബരിമലയിലെ ധർമ്മശാസ്ത്ര ചൈതന്യത്തിലേക്ക് വിലയം പ്രാപിച്ചു. അന്ന് മുതൽ ശബരിമല അയ്യപ്പ ക്ഷേത്രമായി. കലിയുഗത്തിലെ സമസ്ത ദുഷ്ടശക്തികളെയും നിഗ്രഹിച്ച് ശാന്തത കൈവരിക്കാൻ അയ്യപ്പ ദർശനം അനിവാര്യമായി. മണ്ഡലകാലത്ത് വ്രതാനുഷ്ഠാനത്തോടെ കഴിഞ്ഞ് മകരവിളക്കിന് ഭഗവത് ദർശനം ലഭിച്ച് സായൂജ്യമടയുന്ന ഭക്തന്മാർ അനവധി. എല്ലാം അയ്യപ്പമയമെന്ന അദ്വൈത സിദ്ധാന്തത്തിന് ഒന്നിനെയും വേറെയായി കാണില്ല. ചരാചരങ്ങൾ മുഴുവൻ അയ്യപ്പനായി ഒന്നാകുന്നു. അഗ്നിയും ജലവും പഞ്ചഭൂതങ്ങളിലെ അതിപ്രധാനങ്ങളായ 2 ഘടകങ്ങളാണ്. ശബരിമലയിലെ അയ്യപ്പനിൽ ഇത് രണ്ടും സമ്പൂർണമായി. അഗ്നികുണ്ഡവും കർപ്പൂരവും ഭസ്മവും നെയ്യും അഗ്നിയുടെ സാന്നിധ്യം കാണിക്കുന്നു. പമ്പാതീർത്ഥ സ്നാനം പരിശുദ്ധീകരിക്കുന്ന ജലാധിദേവതയുടെ ചൈതന്യമാണ് ഇത് രണ്ടും. മനുഷ്യ മനസ്സിലെ മാലിന്യത്തെ മാറ്റി പരിശുദ്ധമാക്കും കർമ്മബന്ധത്തിൽ ഇരുമുടിക്കെട്ടുകളുമായി വേണം യാത്ര. പരിശുദ്ധി യാത്രയുടെ പ്രധാന ഘടകങ്ങളാണ്. പേരൂർ തോട്, കാളകെട്ടി, അഴുത, കല്ലിടാംകുന്ന് എന്നിവിടെയെല്ലാം സ്നാനം ചെയ്ത് മനസ്സ് പരിശുദ്ധമാക്കണം. കരിമല കയറി കഷ്ടതകളെ തരണം ചെയ്ത് ഗംഗാസമാനമായ പമ്പയിൽ സ്നാനം ചെയ്ത് ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പരിശുദ്ധമാക്കണം. തുടർന്ന് നീലിമല കയറാൻ അയ്യപ്പ സന്നിധാനത്തിലെത്താം. അവിടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പഞ്ചപ്രാണന്റെയും മനസ്സ്, ബുദ്ധി, അവിദ്യ ഇവകളുടെയെല്ലാം പ്രതീകമായ 18 പടികൾ കയറി വേണം ഭഗവാനെ തൊഴാൻ. കേരളത്തിലെ മറ്റു നാട്ടുരാജ്യങ്ങളെപ്പോലെ പന്തളവും ഒരു ചെറു നാട്ടുരാജ്യമായിരുന്നു. പുരാതന കാലത്ത് തെക്കേ ഇന്ത്യയിലെ പ്രധാന 3 രാജവംശങ്ങളായിരുന്ന ചേര, ചോള, പാണ്ഡ്യ രാജവംശത്തിലെ പാണ്ഡ്യവംശവുമായിട്ടാണ് പന്തളം രാജവംശത്തിന് ബന്ധം. പാണ്ഡ്യരുടെ ഒരു ശാഖ തമിഴകം വിട്ട് സഹ്യപർവ്വത നിരകൾ കടന്ന് പടിഞ്ഞാറോട്ട് പലായനം ചെയ്തു വിവിധ ദേശങ്ങൾ അധീനപ്പെടുത്തി 200 വർഷം കൊണ്ട് പന്തളത്തിൽ എത്തിച്ചേർന്നതായാണ് ചരിത്രരേഖകൾ പറയുന്നത്. അച്ചൻ കോവിലാറിൻ്റെ തീരത്ത് ഇരുകരകളിലുമായി കൊട്ടാരങ്ങൾ പണിത് താമസമുറപ്പിച്ചു. ചെങ്കോട്ട മുതൽ പടിഞ്ഞാറോട്ടുള്ള സ്ഥലങ്ങളും ശബരിമലയുൾപ്പെടെ തൊടുപുഴ വരെയുള്ള സ്ഥലങ്ങളും പന്തളം രാജാവിൻ്റെ അധീനതയിലായിരുന്നു. മധുര മീനാക്ഷിയെ പരദേവതയായി ആരാധിച്ചു വരുന്നവരാണ് പന്തളം രാജകുടുംബാംഗങ്ങൾ. പന്തളം കൊട്ടാരത്തിലെ തേവാരപ്പുരയായിരുന്നു മധുര മീനാക്ഷിയുടെ ആരാധനാ രീതി രാജഭരണകാലം ഉള്ള നാൾ മുതൽ തുടർന്നു വന്നിരുന്നത്. ഇന്നും അത് മുടക്കമില്ലാതെ നടക്കുന്നു. പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗമായ കൈപ്പുഴ മേലയിടത്ത് കൊട്ടാരത്തിലെ തേവാരത്തിലെ അറയിലായിരുന്നു മധുര മീനാക്ഷി സങ്കല്പത്തിൽ പ്രധാനമായും പൂജ ചെയ്തു വന്നിരുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്നും ധനും 28-ന് ശബരിമലയിലേക്ക് തിരുവാഭരണങ്ങളുമായി പോകുന്ന രാജപ്രതിനിധി കൈപ്പുഴ നാലുകെട്ട് കൊട്ടാരത്തിലെത്തി വലിയ തമ്പുരാട്ടിയെ തൊഴുത് ഉടവാൾ കാൽക്കൽ വെച്ച് വന്ദിച്ച് തമ്പുരാട്ടി നൽകുന്ന ഭസ്മം വാങ്ങിയാണ് പരദേവതയായ മധുര മീനാക്ഷിക്ക് മുന്നിലെത്തുന്നത്. ഇവിടെയും ഉടവാൾ നടക്കൽ വെച്ച് വണങ്ങും. ശബരിമലയിലേക്ക് തിരിക്കാനുള്ള അനുവാദം വാങ്ങി പടിപ്പുര മാളിക കടന്ന് കൊട്ടാരത്തിൻ്റെ 18 പടികൾ ഇറങ്ങി രാജപ്രതിനിധി ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്നത്. തമിഴകവുമായുള്ള ബന്ധം അന്നും ഇന്നും നിലനിർത്തി പോരുന്നവരാണ് പന്തളം കൊട്ടാരം കുടുംബങ്ങൾ. അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുണ്ട്. ആര്യങ്കാവ്, കുളത്തൂപ്പുഴ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ശേഷമാണ് രാജപ്രതിനിധി തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുന്നത്.
മകരസംക്രമ ദിവസമായ മകരം ഒന്നു തന്നെയാണ് തമിഴ്നാട്ടിലെ തൈപ്പൊങ്കൽ എന്നതും പാണ്ഡ്യനാടും പന്തള രാജവംശവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒരു വസ്തുതയാണ്. ശബരിഗിരീശനായ അയ്യപ്പസ്വാമിയുടെ അപദാനങ്ങളും തത്വങ്ങളും ലളിതമായും സുദീർഘമായും ശ്രേയസ്കരമായും പ്രതിപാദിച്ചിട്ടുള്ള ഉത്തമ ഗ്രന്ഥമാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം. 14 കാണ്ഡങ്ങളിലായി 14,000 വരികളിൽ ശുദ്ധമായ മലയാളത്തിൽ കിളിപ്പാട്ട് രൂപത്തിലാണ് ഈ ഗ്രന്ഥം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.